ഇപ്പോൾ നമുക്കൊപ്പം പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ശ്രീമതി ഭാഗ്യലക്ഷ്മിയുണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒന്നും ഉണ്ടാകില്ല എന്നാണ് ചിലരെങ്കിലും കരുതിയിരുന്നത്. പക്ഷേ അത് പുറത്തേക്ക് വരുമ്പോൾ മേഖലയിൽ നിലനിൽക്കുന്ന സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളുടെ കൃത്യമായ ഒരു വിവരണം അതിൽ നമുക്ക് കാണാം. പേരുകളില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പവർ ഗ്രൂപ്പ്, കാസ്റ്റിംഗ് കൗച്ച് തുടങ്ങി വാതിലിൽ മുട്ടി വിളിക്കുന്നത് വരെ ഈ റിപ്പോർട്ടിന്റെ ഭാഗമാകുന്നുണ്ട്. എങ്ങനെയാണ് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെ നോക്കിക്കാണുന്നത്? അല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേരുകളൊന്നും പരാമർശിക്കാതെ കോമൺ ആയിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്നുണ്ട് എന്ന് തന്നെ ആയിരിക്കുന്നു നേരത്തെ എനിക്ക് തോന്നിയിരുന്നു. അതിൽ പേരുകളൊന്നും വരില്ല, കാരണം വന്നാൽ അതിന് യാതൊരു നിയമസാധുതയുമില്ല. ശരിയാണ്. പക്ഷേ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഇതിങ്ങനെ ഒരു ചർച്ചയായി ഇതിങ്ങനെ മുമ്പോട്ട് പോകും. ഇത് കഴിഞ്ഞ് ഈ രംഗത്ത് എന്ത് മാറ്റമാണ് ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുക എന്നതാണ് എന്റെ ചോദ്യം. എന്താണ് ഇവിടെ ചെയ്യുക? ആരാണ് ഇതിന് മുൻകൈ എടുക്കുക? സർക്കാരിന് പറയാനേ പറ്റുള്ളൂ. പക്ഷേ അതിനകത്ത് അത് പാലിക്കുമോ ഇല്ലയോ എന്നുള്ളത് സിനിമാ രംഗം, അതായത് നമുക്കിപ്പോ വിവിധ സംഘടനകളുണ്ട്, ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നതിനപ്പുറം എല്ലാ സംഘടനകളും ഒരുമിച്ച് നിൽക്കുമെന്തോ എനിക്കതറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ്. ഇന്ന് സിനിമ സമൂഹത്തിന് മുമ്പിൽ തലകുനിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ സിനിമാ രംഗത്തുള്ള ഓരോ വ്യക്തിയുടെയും പ്രവൃത്തിയാണ്. ചിലരുടെ മൗനം അതിനൊരു കാരണമാണ്, ചിലരുടെ പ്രവൃത്തി അതിനൊരു കാരണമാണ്. ഇതെല്ലാം അതിൻ്റെ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് ഞാൻ അന്നും പറയണേ, ഇന്നും പറയണേ, എപ്പോഴും പറയുന്നു, ഇതിനകത്ത് ഒരു നിയമം എന്നത് അസാധ്യമാണ്. ഇവിടെ ഒരു മാറ്റം വേണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കണം. ഞാൻ പറയുകയാണ്, എനിക്കെതിരെ അയാൾ ഇത്തരത്തിൽ പെരുമാറി, ഞാനിത് പോലീസ് സ്റ്റേഷൻ വരെ പോകും എന്ന് പറയണം. അല്ലാതെ സംഘടനയ്ക്കുള്ളിൽ നമുക്കൊരു സംഘടനയുണ്ട്, ആ സംഘടനയുടെ ചട്ടക്കൂട് അനുസരിച്ച് സംഘടനയോട് ആദ്യം നമ്മൾ പരാതി പറയുന്നു. സംഘടന അത് വേണ്ട രീതിയിൽ നടപടി എടുത്തില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ധൈര്യം കാണിക്കണമല്ലോ. അത് കാണിക്കാതെ ഞാൻ പരാതി കൊടുത്തു, അവരാരും അനങ്ങിയില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുമ്പോ എന്താണ്? മൗനം അടുത്ത ക്രൈമിനുള്ള സമ്മതമാണ്. അത് ഇനി ഉണ്ടാവരുത്. ഒരു ഭയം ഇവിടെ ഇപ്പൊ ചെറുതായിട്ടൊരു ഭയം ഉണ്ടായിട്ടുണ്ട്. ഈ ഭയം തുടർന്നുകൊണ്ട് പോകണമെങ്കിൽ ഓരോരുത്തരും ജാഗരൂകരായിരിക്കുക എന്ന് എനിക്ക് പറയണം. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഈ കോഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റായി, സഹകരിക്കുന്ന ആർട്ടിസ്റ്റായി നിലനിൽക്കുന്നതിൽ എന്താണ് നമുക്കൊരു അഭിമാനമുള്ളത്? അങ്ങനെ കോഓപ്പറേറ്റ് ചെയ്ത് പോകേണ്ടതല്ലോ, കഴിവുകൊണ്ട് നിലനിൽക്കേണ്ടതല്ലേ മറ്റു മേഖലകൾ പോലെ സിനിമാ മേഖലയിൽ? അത് കോഓപ്പറേറ്റ് ചെയ്യുന്നവർ ചിന്തിക്കേണ്ട വിഷയമാണ്. അഭിമാനം എന്ന് പറയുന്ന, ആത്മവിശ്വാസം എന്ന് പറയുന്ന ഒരു വിഷയം ഓരോ പെണ്ണിന്റെ ഉള്ളിലും ഉണ്ടാവണം. ഞാൻ എന്തിന് ഇത്തരം ഭീഷണികൾക്ക് വഴങ്ങണം എന്ന് ഒരു പെണ്ണ് തീരുമാനിച്ചാൽ, ഇവിടെ ഇന്ന് വരെ മലയാള സിനിമയിൽ ആരും ബലാത്സംഗം ചെയ്തിട്ടൊന്നുമില്ല. ആരെയും ചെയ്തിട്ടില്ല. ഇനി ഈ റിപ്പോർട്ടിൽ എന്തോ പറയുന്നുണ്ട്, സമാനമായ അതിജീവിതയ്ക്ക് സംഭവിച്ചതുപോലെയുള്ള സമാനമായ സംഭവം എന്നിങ്ങനെ ഏതോ ചാനലിൽ പറയുന്നത് കേട്ടു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാതെ പോയ വ്യക്തിയല്ലേ ആ കുറ്റത്തിന് കാരണം? ആ വ്യക്തി എന്തുകൊണ്ട് അതിപ്പോ ഞാൻ ചോദിക്കട്ടെ, അതിജീവിതയുടെ പ്രശ്നം, അതിജീവിതയും പുറത്ത് പറയാതിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ഒരു ഹേമ കമ്മിറ്റി ഉണ്ടാകുമായിരുന്നോ? ഇത്രയധികം സംസാരം ഇതിനുള്ളിൽ ഉണ്ടാവുമായിരുന്നോ? ഒരു വിഷയത്തിൽ എനിക്ക് നല്ല അഭിമാനമുണ്ട്. കാരണം ഇന്ത്യയിൽ എല്ലാ ഭാഷാ സിനിമാ രംഗത്തും ഇതിനേക്കാൾ കൂടുതൽ രൂക്ഷമായ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. ലൈംഗിക അതിക്രമങ്ങളും മറ്റ് പല രീതിയിലുള്ള, ഇപ്പൊ നമ്മുടെ ചിന്മയുടെ വിഷയമൊക്കെ വെച്ച് തന്നെ നമ്മൾ നോക്കൂ, ഇതൊക്കെ നേരിടുന്നുണ്ട്. പക്ഷെ അവിടെയൊന്നും അനങ്ങാൻ പറ്റില്ല. അവിടെ ചിന്മയെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. തീർച്ചയായും ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഈ മലയാള സിനിമയിൽ മാത്രമല്ല എല്ലായിടങ്ങളിലും, അതായത് കൃത്യമായിട്ടുള്ള ഒരു ചട്ടക്കൂടുള്ള ഒരു തൊഴിൽ മേഖലയല്ലല്ലോ. ഇപ്പോൾ മറ്റു മേഖലകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിയിൽ പ്രവേശിക്കുന്നതിന്, ആ ജോലിയിൽ തുടരുന്നതിന് ആ കമ്പനിയുടേതായ നിയമങ്ങളൊക്കെ ഉണ്ടാകും. കേരളത്തിൽ അറ്റ്ലീസ്റ്റ് മാധ്യമങ്ങളും പൊതുജനങ്ങളും ഇത് ഇടപെടുന്നുണ്ട് എന്നുള്ളതും, ഒപ്പം ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിന്റെ റിപ്പോർട്ട് വരാൻ വൈകി എന്നുള്ളതൊക്കെ സമ്മതിച്ചു. പക്ഷെ എങ്കിലും ഒരു ഭയം, ഒരു എല്ലാവരുടെയും ഒരു നിരീക്ഷണം ഇതിൽ ഉണ്ടാക്കാൻ പറ്റിയത് തീർച്ചയായിട്ടും വളരെയധികം അഭിമാനമുണ്ട്. പക്ഷേ അത് നമ്മൾ ഓരോ വ്യക്തിയും മനസ്സിലാക്കണം. ഞാൻ ഉൾപ്പെടെയുള്ളവർ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സുവർണ അവസരമാണ്. ഇതിൽ നോക്കൂ, ഈ രാത്രിയിൽ താങ്കൾക്ക് നേരിട്ട് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാകുമല്ലോ, രാത്രിയിൽ പലതവണ വാതിലിൽ
ശക്തമായി മുട്ടും, അങ്ങനെ പൊളിക്കുന്ന രീതിയിൽ മുട്ടും. പിന്നെ പരാതിയുമായി മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഈ വഴങ്ങാതെ നിന്ന് കഴിഞ്ഞാൽ സ്വന്തം ജീവന് മാത്രമല്ല അപായമുണ്ടാകുമെന്ന ഭീഷണി, കുടുംബാംഗങ്ങളെ അടക്കം അപായപ്പെടുത്തുമെന്ന ഭീഷണി കൂടി ഈ ഒരു പവർ ഗ്രൂപ്പ്, ഒരു മാഫിയ പോലെയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ എക്സ്പോസ് ചെയ്യേണ്ടത് സർക്കാരല്ലേ, നടപടിയെടുക്കേണ്ടത് സർക്കാരല്ലേ? ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു, അതിൽ കുറെ ഭാഗങ്ങൾ മറച്ചുവെച്ച് പുറത്തുവിട്ടു. അവിടെ കഴിഞ്ഞില്ലല്ലോ സർക്കാരിന്റെ ചുമതലയും ഉത്തരവാദിത്വവും. അങ്ങനെയല്ലേ വേണ്ടത്? ഇത് ചർച്ച ചെയ്യുകയും ഇതിൽ ഓരോ പേജും എടുത്ത് ചർച്ച ചെയ്യാനാണ് റിപ്പോർട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഓരോ പേജിലുമുള്ള ഓരോ വാചകവും പറഞ്ഞു തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ സർക്കാരിന് നിർദ്ദേശിക്കാൻ മാത്രമേ പറ്റൂ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി രാത്രി കാലങ്ങളിൽ വാതിൽ, ഒന്നാമത് ഇനി അതിലേക്ക് ഞാൻ വരാം. അതിനുമ്പ് വേറൊരു കാര്യം പറയും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലൈംഗികാതിക്രമം മാത്രമല്ല പല വിവേചനങ്ങളും ഇതിനകത്ത് സംഭവിക്കുന്നതും കൂടിയുണ്ട്. പക്ഷെ നമ്മൾ ലൈംഗികാതിക്രമം മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. രാത്രി കാലങ്ങളിൽ വാതിലിൽ മുട്ടുക എന്ന് പറയുന്നത് ഒരുവിധപ്പെട്ട സ്ത്രീകളെല്ലാം അനുഭവിച്ചിട്ടുള്ള, തുടക്കകാലങ്ങളിൽ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. വാതിൽ തുറക്കാതിരിക്കാം. കൊല്ലൊന്നുമില്ല, അതൊക്കെ വെറുതെ. ആരും ഇവിടെ ആരെയും അങ്ങനെ കൊന്നിട്ടൊന്നുമില്ല. അത്തരം ഭീഷണി, വധഭീഷണി അതൊന്നും സംഭവിക്കൊന്നുമില്ല. ഈ ഭയപ്പെടുത്തൽ എല്ലായിടത്തും ഉണ്ടാകും. സ്ത്രീകൾ എവിടെയൊക്കെ ചെറുത്ത് നിൽക്കുന്നോ അവിടെ എല്ലാം ഈ ഭയപ്പെടുത്തൽ ഉണ്ടാകും. ഒരു ഭയം, നമ്മളെന്നും പറയില്ലേ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു എന്താണെന്ന് ചോദിച്ചാൽ ഭയമാണ്. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വളരെ അപകടകരമായ ഒരു ആയുധം എന്താണെന്ന് ചോദിച്ചാൽ ആ ഭയമാണ്. ആ ഭയമാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു പ്രോജക്റ്റിൽ ഇത്തരത്തിലുള്ള പെരുമാറ്റം കൊണ്ട് നീക്കി നിർത്തപ്പെട്ടാൽ അത് പോട്ടെ, ആ പ്രോജക്റ്റ് പോട്ടെ എന്ന് വയ്ക്കണം. ഇവിടെ 50,000-ലധികം സിനിമാ പ്രവർത്തകർ ഉണ്ടെങ്കിൽ അതിൽ എത്ര എല്ലാ 50,000 പേരും സ്ത്രീകളെ അതിക്രമിക്കുന്നവരൊന്നും അല്ലല്ലോ. കുറെ നല്ല സിനിമ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ, നല്ല കലാകാരന്മാരുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് യഥാർത്ഥത്തിൽ കഴിവുണ്ടെങ്കിൽ, നമുക്ക് ധൈര്യമുണ്ടെങ്കിൽ, നമുക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും. ഇത് ഓരോ സ്ത്രീയും മനസ്സിലാക്കണം. അല്ലാതെ ഈ വാതിൽ മുട്ടുമ്പോ അയ്യോ ഞാൻ മുട്ടിയില്ലെങ്കിൽ, ഞാൻ തുറന്നില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലൂ, എന്നെ ഇത് അങ്ങനെ പേടിച്ച ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പലരും വാതിൽ മുട്ടിക്കൊണ്ടേയിരിക്കും. അവിടെയൊക്കെ ഇവര് തുറന്ന് പേടിച്ചുകൊണ്ടേയിരിക്കും. ശരിയാണ്. വളരെ നന്ദി ശ്രീമതി ഭാഗ്യലക്ഷ്മി.